അർപ്പിതിന് താഴെ നിന്നും എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. അവൻ നോക്കുമ്പോൾ അനുവേദ് അപ്പോഴും നല്ല ഉറക്കായിരുന്നു. അനുവേദിനെ ഉണർത്താൻ നിൽക്കാതെ അർപ്പിത് പതിയെ എഴുന്നേറ്റു. അമ്മയും ചേച്ചിയും എവിടെ പോയി? അവന്റെ സംശയം അതായിരുന്നു. വാതിൽ തുറന്ന് അവൻ പതിയെ പുറത്തിറങ്ങി. എന്തു കാരണം കൊണ്ടോ ഓടാൻ അവന് തോന്നിയില്ല. അത് നന്നായി എന്ന് അവന് തോന്നിയത് അടുത്ത കാഴ്ച കണ്ടപ്പോഴാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് തനിക്ക് അഭിമുഖമായിരുന്ന് അമ്മ കരയുന്നു. പവിത്രേച്ചി കരഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അവർക്ക് മുൻപിലായി കറുത്ത ഷർട്ടും നീല ജീൻസും ധരിച്ച ഒരു തടിയൻ ഇരുന്ന് ചിരിക്കുന്നു. അർപ്പിതിന് ഭയം തോന്നി. 5ാം ക്ലാസ്സിലാണെങ്കിലും അവർ രണ്ടുപേരും കാര്യഗൗരവമുള്ള കുട്ടികളായിരുന്നു. ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അമ്മ പവിത്രേച്ചയോട് പറയുന്നത് അവൻ കേട്ടിരുന്നു. അയാളാണ് തന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. അർപ്പിത് ഇതുപോലെ ഒരു ഇംഗ്ലീഷ് മൂവി അച്ഛനോടൊപ്പം ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതിൽ അവസാന കമാൻഡോ വന്ന് ആ വീട്ടുകാരെ വന്ന് രക്ഷിക്കുകയാണ്. ഇവിടെയും തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമായിരിക്കും. അർപ്പിത് അങ്ങനെ ആശ്വസിച്ചു. അവൻ മെല്ലെ അവിടെ നിന്നും പിൻവാങ്ങി. അർപ്പിത് മുകളിൽ നിൽക്കുന്നത് പവിത്ര കണ്ടിരുന്നു. രാജൻ ഒരിക്കലും അർപ്പിത് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പവിത്ര സ്റ്റെപ്പുകൾ ഇറങ്ങിയത്. അവളുടെ അർപ്പിതിന്റെയും ഭാഗ്യത്തിന് അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അർപ്പിതിന് തന്റെ റൂമിലേക്ക് മടങ്ങിപ്പോകാനായി. രാജൻ അർപ്പിതിനെ കാണാതിരുന്നതും അർപ്പിത് രാജനെ കണ്ടതും ആ കുട്ടികൾക്ക് നന്നായി. അവർക്ക് സ്വയം രക്ഷിക്കാൻ ഒരു അവസരം അവിടെ ഒരുങ്ങുകയായിരുന്നു. അതേസമയം പവിത്ര താഴെയെത്തി. സുന്ദരികളായ 2 യുവതികളാണ് തന്റെ മുന്നിൽ. രണ്ടുപേരും പേടിച്ചു വിറച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു സുഖം തോന്നി അയാൾക്ക്. പവിത്ര നടുമുറ്റത്തേക്ക് ഇറങ്ങാതെ ആ വരാന്തയിൽ തന്നെ നിന്നു. എന്നാച്ച് പവിത്ര, മഴ ഉണ്ടോ? സാരമില്ല, നീ പോയി ശാപ്പാട് റെഡി പെണ്ണ്. പശി താങ്ക മുടിയാതെ ഇവിടെ എന്നാ ഉണ്ട്? ചോറും സാമ്പാറും ഉണ്ടോ? അയാൾ ഒരുപാട് പരിചയമുള്ളവരോടെന്നതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഒന്നുമില്ല, കഞ്ഞിയായിരുന്നു, അത് ഞങ്ങൾ കുടിച്ചു. സുകന്യ വിക്കി വിക്കി പറഞ്ഞു. അതുപോതും, നീ പോയി കഞ്ഞി റെഡി പെണ്ണ്. സൂടാ, താൻ ഇരിക്കണം. ഉപ്പ് കൊഞ്ചം പൊതും, ഉപ്പേരി കിപ്പേരി ഏതാവത് ഉണ്ടെങ്കിൽ അതും ഒരു പ്ലേറ്റ് എടുക്ക്. രാജൻ കഞ്ഞി കുടിക്കാൻ ഇരിക്കുന്ന പോലെ ഒന്ന് തെളിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞു നിർത്തിയതും അയാളിൽ നിന്നു രക്ഷപ്പെടാൻ എന്ന വണ്ണം പവിത്ര അടുക്കളയിലേക്കൂടി. മഴ ശക്തി കുറഞ്ഞു മെല്ലെ നിന്നു. സുകന്യ ഒന്നാകെ നനഞ്ഞിരുന്നു. രാജൻ അവിടെ നിന്നും എഴുന്നേറ്റ് വരാന്തയിലേക്കു കയറി. അവിടെ ഉണ്ടായിരുന്ന ടവലെടുത്തു. എന്നിട്ട് ഏതോ പഴയ തമിഴ് പാട്ട് പാടിക്കൊണ്ട് അയാൾ സുകന്യക്കടുത്തേക്ക് വന്നു. ബലമായി അവളുടെ മുഖം പിടിച്ച് അയാൾ അവളുടെ തല തോർത്താൻ തുടങ്ങി. സുകന്യ അലറിക്കരഞ്ഞു. അടുത്ത നിമിഷം അയാളുടെ മുഖഭാവം മാറി. മുഖത്തു നിന്നും പിടിവിട്ട അയാൾ അവളുടെ കഴുത്തിൽ പിടിച്ചു മുന്നോട്ട് തള്ളി. നിയന്ത്രണം വിട്ട സുകന്യ മുൻപിലെ മണ്ണിലേക്ക് മുഖമടിച്ചു വീണു. അതുവരെ കണ്ട രാജനായിരുന്നില്ല അത്. പിടിച്ചു തള്ളിയിട്ടും ദേഷ്യം മാറാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയോടെ എടുത്തു സുകന്യയെ അടിക്കാൻ പോവുകയായിരുന്നു അയാൾ. അതേസമയം ബഹളം കേട്ട് പവിത്ര അടുക്കളയിൽ നിന്നും ഓടി വന്നു രാജന്റെ കാലിൽ വീണു ഉറക്കെ കരഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലെ നിലയിൽ നിന്നും പരസ്പരം വാ പൊത്തി പിടിച്ചു നോക്കി നിൽക്കുകയായിരുന്നു അർപ്പിതും അനുവേദും. തങ്ങളുടെ അമ്മയെ എങ്ങനെ ഉപദ്രവിച്ചിട്ടും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ നിൽക്കാൻ അവർക്കായി. അതൊരു പക്ഷെ അമ്മയെ തള്ളിയിട്ടതിനു ശേഷം അവർ എത്തിയതുകൊണ്ടാവും. പവിത്ര സുകന്യയെ ചെന്ന് എഴുന്നേൽപ്പിച്ചു. ഞാൻ അവളെ ഒന്നും ചെയ്യല്ലേ, പനി വരാതിരിക്കാനാണ് തോർത്തിയത്. നീ പോയി കൈ എടുത്തിട്ട് വാ. അയാൾ പവിത്രയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പവിത്ര അയാൾ കയ്യിൽ പിടിച്ചതോടെ പിടി വിടുവിപ്പിച്ചു അടുക്കളയിലേക്ക് നടന്നു. സുകന്യ മെല്ലെ എഴുന്നേറ്റിരുന്നു. അതേസമയം മുകളിലേക്ക് നോക്കി അവൾ തന്റെ മക്കളെ കണ്ടു. അർപ്പിത് ചുണ്ടിൽ വിരൽ വെച്ച് സംസാരിക്കരുത് എന്ന് ആംഗ്യം കാട്ടി. സുകന്യ വേഗം താഴേക്ക് നോക്കി കളഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ പവിത്ര കഞ്ഞിയുമായി വന്നു. അവൾ കുറച്ച് മുളക് ചതച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അത് കണ്ടതോടെ രാജൻ ഹാപ്പിയായി. ചമ്മന്തി തൊട്ടു നാവിൽ വെച്ച് നോക്കിയ ശേഷം അയാൾ പവിത്രയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. അവൾ അറപ്പോടെ അവിടെ തുടച്ചു കളയുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ രാജൻ കഞ്ഞി കുടിക്കാൻ ആരംഭിച്ചു. അതേസമയം അർപ്പിത് അവിടെയൊക്കെ തിരയുകയായിരുന്നു. അവസാനം അവൻ അയ കെട്ടിയ നീളമുള്ള ഒരു വയർ കണ്ടെത്തി. അത് അഴിച്ചെടുത്ത ശേഷം വീണ്ടും അവൻ അവിടമാകെ തിരയാൻ തുടങ്ങി. ഒടുവിൽ ഒരു ഗ്ലാസിന്റെ പീസ് കിട്ടി. അർപ്പിത് അതുകൊണ്ട് വയർ മുറിച്ചെടുത്ത് 2 ഭാഗവും യോജിപ്പിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നു. അമ്മ ഒരിക്കൽ കൂടി മുകളിലേക്ക് നോക്കണേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. അതിനു ഫലം കണ്ടു. സുകന്യ മുകളിലേക്ക് നോക്കി. അവന്റെ കയ്യിലെ കയറ് കണ്ടതോടെ അവൾക്ക് കാര്യം മനസ്സിലായി. അർപ്പിത് വീണ്ടും അകത്തേക്ക് കയറി. അനുവേദിനോട് എന്തോ പറഞ്ഞു. തലയാട്ടിയ ശേഷം അനുവേദ് പുറത്തേക്ക് വന്നു. അപ്പോൾ അവന്റെ കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. സുകന്യ പവിത്രക്ക് കണ്ണുകൊണ്ട് സൂചന കൊടുത്തു. കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിലും പവിത്രയും അലേർട്ടായി. അവൾ വരാന്തയിലേക്ക് കയറി നിന്നു. രാജൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അയാൾ ഒന്നുകൂടി സുകന്യയെ ആപാത ചൂടൻ നോക്കി. സുകന്യ ഒരടി പുറകോട്ട് വെച്ചു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അയാൾ അവൾക്കരികിലേക്ക് നടന്നു. അകത്തുനിന്നും അർപ്പിത് അനുവേദിനോട് ആംഗ്യം കാണിച്ചു. അവൻ കൂട്ടിച്ചേർത്ത വയറിന്റെ അറ്റം പ്ലഗിൽ കുടുക്കിയിരുന്നു.
അവ രണ്ടുപേരും വിരൽ കൊണ്ട് 3 വട്ടം എണ്ണിയ ശേഷം അനുവേദ് ഗ്ലാസ് താഴെയിട്ടു. ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ട് രാജൻ മുകളിലേക്ക് നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ട് അയാളുടെ മുഖം ഒരു ഇരയെ കൂടി കിട്ടിയ സന്തോഷത്തിൽ വിടർന്നു. അതേസമയം അർപ്പിത് സ്വിച്ചിൽ വിരലമർത്തി. ആ വീടൊന്നാകെ ഇരുട്ടിലാണ്ടു. പവിത്ര അകത്തേക്ക് ഓടിക്കയറി. മുന്നോട്ടോടിയ സുകന്യ ചെന്ന് മുട്ടിയത് രാജന്റെ കൈകളിലാണ്. ഒരു പൂവിറുക്കുന്നത് പോലെ അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ ഇരുട്ടിൽ, ആ നിശബ്ദതയിൽ അവിടെ സുകന്യയുടെ കരച്ചിൽ മാത്രം മുഴങ്ങി.